നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ അവസാനം വരെ നോക്കിയത്. ഈ 4-ാം അധ്യായത്തെ നമുക്കൊന്ന് സംഗ്രഹിച്ച് നോക്കാം. 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൂടെയും ഭഗവാൻ ആത്മതത്വത്തെ, ജ്ഞാനയോഗത്തെ വിശേഷേണ പരാമർശിച്ചു, ഉപദേശിച്ചു. തുടർന്ന് കർമ്മയോഗത്തിൽ എങ്ങനെയാണ് കർമ്മങ്ങൾ ചിത്തശുദ്ധിക്കായി ചെയ്യേണ്ടത്, ധർമ്മങ്ങളെ, അതും ഭഗവാൻ ഉപദേശിച്ചു. തുടർന്ന് ഈ ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും ഉപദേശിച്ച ശേഷം ഭഗവാൻ പറഞ്ഞു, ഇത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഞാൻ സൂര്യനെ ഉപദേശിച്ചു. സൂര്യൻ മനുവിനെയും മനു ഇക്ഷാകുവിനെയും തുടർന്ന് ബ്രഹ്മഋഷിയിലൂടെയും മറ്റും ഇത് നിലനിന്നു വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാലാന്തരേണ സമയം മുന്നോട്ട് പോകുന്നതോടുകൂടി ഈ മനുഷ്യരുടെ രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങളിലൂടെയെല്ലാം ഈ യോഗങ്ങളിലെ ധർമ്മങ്ങളെല്ലാം നഷ്ടപ്പെടുകയും അപ്പോൾ സാധുക്കളെ സംരക്ഷിക്കാനും തുടർന്ന് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും ഭഗവാൻ ഇവിടെ ഒരു ശരീരം എടുത്ത് അവതരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ്റെ സംശയം ഉണ്ടായിരുന്നു, ഇപ്പോഴാണല്ലോ ഭഗവാൻ ജനിച്ചത് ശ്രീകൃഷ്ണൻ. അപ്പോൾ ഈ തുടക്കത്തിലെ ഇവരെല്ലാം ഉപദേശിച്ചു, സൂര്യനെ ഉപദേശിച്ചു എന്നൊക്കെ പറയുന്നത് എങ്ങനെ സാധ്യമാകും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, പല ജന്മങ്ങളിലൂടെ നീയും പോയി കടന്നു വന്നു, അതൊന്നും നിനക്ക് അറിയാൻ സാധ്യമല്ല. പക്ഷേ എൻ്റെ അവതാരം ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, ഞങ്ങളുടെ ഈ പാപപുണ്യങ്ങൾക്ക് അല്ലെങ്കിൽ കർമ്മബന്ധനത്തിന് ഹേതുവായിട്ടല്ല ജന്മം സ്വീകരിക്കുന്നത്. മായയെ സ്വന്തം അധീനതയിൽ നിർത്തി മായയിലൂടെ ഒരു ശരീരത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യജന്മം പോലെ അല്ല എന്ന് ഭഗവാൻ അവിടെ വെളിപ്പെടുത്തി. അതിൻ്റെ അവതാര ലക്ഷ്യം സാധുക്കളെ സംരക്ഷിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമാണെന്നും പറഞ്ഞു. എപ്പോഴെപ്പോൾ അധർമ്മം അധികരിച്ചു നിൽക്കുന്നുവോ, ധർമ്മത്തിന് ച്യുതിയുണ്ടാകുന്നുവോ, അപ്പോൾ ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ചർച്ച ചെയ്തതാണ്. ഇത് തന്നെയാണ് ഈ അവതാരം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിയിലും ഉദിക്കുന്നതാണ് ഭഗവാൻ. നല്ലതും ധർമ്മവും അധർമ്മവും എല്ലാം ഉദിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ തന്നെ രാഗദ്വേഷങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ലോലുപരാകുമ്പോൾ അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് നമ്മൾ ധർമ്മത്തെ പാലിക്കാതെ അധർമ്മത്തിലേക്ക് നീങ്ങുന്നു. ബുദ്ധിക്ക് അല്ലെങ്കിൽ ഭഗവാൻ അവിടെ ഉപദേശിക്കുന്നതിലെ നമ്മൾ കണ്ടും കാണാതെയും ന്യായീകരിച്ചും നമ്മൾ അധർമ്മത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അത് ഇല്ലാതാകാനാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത് എന്നും കൂടി നമ്മൾ കണ്ടു. അതിനെ തിരിച്ചറിയണം, ഈശ്വരനെ അവതാരത്തെ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മൾ എപ്പോഴും ഭഗവാൻ ഉള്ളിലുണ്ട്, ഉള്ളിൽ നിന്നുകൊണ്ട് അരുളി ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും, ധർമ്മം എന്തെന്നും അധർമ്മം എന്തെന്നും, എങ്ങനെയാണ് സത്യസാക്ഷാത്കാരത്തിലേക്ക് നീങ്ങേണ്ടതെന്നും അവനവനിലേക്ക് തിരിച്ചറിയേണ്ടത് എങ്ങനെയെന്നും തുടർന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും 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 വീഴുന്നുണ്ടെങ്കിലും കൈ പിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിച്ച് വീണ്ടും അതിലേക്ക് കൊണ്ടുവരാൻ ഭഗവാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ണു തുറന്ന് കാണുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഈ അവതാരത്തെ, ഈ ജന്മത്തെ, ഈ ശരീരത്തെ സ്വീകരിക്കുന്ന, മായയെ അധീനമാക്കി സ്വീകരിക്കുന്ന ഈ തത്വത്തെ അറിയുന്നവർ മരണാനന്തരം മുക്തിയെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഈ ബ്രഹ്മതത്വത്തിൽ തന്നെ വിലയിക്കുന്നു എന്ന് അവിടെ പറയുകയുണ്ടായി. ചിലവർ ഇവിടെ തന്നെ ഈ ജന്മത്തിൽ തന്നെ ജ്ഞാന തപസ്സുകൊണ്ട് ആ തൻ്റെ ഭാവത്തെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ പരമാത്മ തത്വത്തെ ബോധിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നു ഈ ജന്മത്തിൽ തന്നെ എന്നും ഭഗവാൻ അവിടെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഈ പരമാത്മ തത്വത്തിലേക്ക് ഏവരും ഇതിനെ ബോധിക്കാനായി ശ്രമിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിനുള്ളൊരു ഉത്തരമായിട്ട്, ആര് എങ്ങനെ എന്നെ സ്വീകരിക്കുന്നുവോ അല്ലെങ്കിൽ എങ്ങനെ എന്നെ ഭജിക്കുന്നുവോ, എന്നിലേക്ക് വരുന്നുവോ, അതിനനുസരിച്ച് ഞാൻ അവരെ തിരിച്ചും അതേപോലെ തന്നെ
സ്വീകരിക്കുന്നു. അപ്പം ഇവിടെ ദേവതകളെയൊക്കെ ആരാധിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കർമ്മഫലങ്ങൾ പെട്ടെന്ന് കിട്ടും. ലൗകികമായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനാണല്ലോ നമ്മൾ അധിക ശതമാനം ആൾക്കാരും അതിനാണല്ലോ പരിശ്രമിക്കുന്നത്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ ദേവതകളിലൂടെ ഞാൻ തന്നെയാണ് അതിനും കാരണമായിരിക്കുന്നത് എന്ന് ഭഗവാൻ അവിടെ പറയുന്നു. അപ്പോൾ അതിലേക്കാണ് മനുഷ്യൻ പെട്ടെന്ന് കർമ്മങ്ങളെ ഫലങ്ങൾ സിദ്ധിക്കുന്നവിടേക്ക് മനസ്സ് പോകുന്നതും മറ്റുള്ള ദേവതകളെ ആരാധിച്ച് ഉപാസിച്ചും മറ്റുള്ള വിവിധ തരം ഉപാസനകളിലൂടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾ, നമ്മുടെ കാമങ്ങൾക്ക് പൂർത്തീകരണത്തിനായിട്ട് ഉപാസനയിലും മറ്റുള്ള കാര്യങ്ങളിലേക്കും പോകുന്നു. അപ്പോൾ അവിടെ ഞാൻ തന്നെയാണ് ആ ദേവതകളിലൂടെ ഞാൻ അവർക്കനുസരിച്ച് ഞാൻ ചെയ്യുന്നു, അല്ലാതെ ഞാനൊന്നും യാതൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് കാണിക്കാനായി ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നതുകൂടി പറഞ്ഞു. ഗുണകർമ്മ വിഭാഗശഃ, ഗുണവും കർമ്മത്തിനും അനുസരിച്ചുകൊണ്ട്, ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ചുകൊണ്ട് ചാതുർവർണ്ണത്തെ ഈ ലോകത്ത് സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് ആ ചാതുർവർണ്ണത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്താണ് ഒരു വീഡിയോയിൽ. അത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനും നന്മയ്ക്കുമായിട്ടാണ്. അത് ഇന്നുമുണ്ട് ചാതുർവർണ്ണ്യം. പക്ഷെ നമ്മളതിനെ കുലങ്ങളായിട്ട്, ജാതികളായിട്ടൊക്കെ കൊണ്ടുവന്ന ആ വർണ്ണവ്യവസ്ഥയല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽ ഏറിയും കൂടി നിൽക്കുന്ന സാത്വിക ഗുണങ്ങളും അതിനനുസരിച്ച് അവർക്ക് കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന വാസനകളും അതിനനുസരിച്ച് ചാതുർവർണ്ണ്യം ഇന്നും ഉണ്ട്, എല്ലാ ഇതിലും ഉണ്ട്. മനുഷ്യരിൽ മാത്രമല്ല, മറ്റു ജീവികളിലും മരങ്ങളിലും എല്ലാത്തിലും ഉണ്ട് ആ 4 തരത്തിലുള്ള വർണ്ണ ഭേദങ്ങൾ. അപ്പോൾ അത് ഭഗവാൻ ചെയ്താണെങ്കിൽ കൂടി ഈശ്വരൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല, ഞാൻ ഈ കർമ്മങ്ങളിലൊന്നും ബന്ധിക്കപ്പെടുന്നില്ല, ഇതെല്ലാം ഞാൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ നിലനിൽക്കില്ല എന്നതുകൊണ്ട് ഞാൻ ചെയ്താലും ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്ന് ഭഗവാൻ അവിടെ പറയുകയാണ്. ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്ന ആ പരമാത്മ അധർമ്മത്വത്തെ പറയണം. അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഈ തത്വത്തെ അറിഞ്ഞുകൊണ്ട് നീ കർമ്മത്തെ ചെയ്യണം, നിന്റെ ധർമ്മത്തെ ചെയ്യണം. അപ്പോൾ കർമ്മത്തെ അറിയണം, അധർമ്മത്തെ അറിയണം, വികർമ്മത്തെ അറിയണം എന്നൊക്കെ ഭഗവാൻ അവിടെ വിശേഷമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കർമ്മത്തിൽ അകർമ്മത്തെ, അതായത് കർമ്മം ചെയ്യുന്നുണ്ടത് ശരീര മനോബുദ്ധികളോ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളിലെ കർമ്മങ്ങളെല്ലാം അതെല്ലാം അധർമ്മത്തിൽ, ആത്മാവിൽ ദർശിക്കണം. അധർമ്മമായ ആത്മാവിലാണ് നടക്കുന്നത്, ഒരിക്കലും അവിടെ കർമ്മമില്ല. അതുപോലെ അകർമ്മമാണ് ഞാൻ ശരീര മനോബുദ്ധികൾ കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നതും അതും കർമ്മമാണ്. അകർമ്മത്തിലും കർമ്മത്തെ കാണണം, അങ്ങവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് ആത്മതത്വത്തെ ബോധിക്കുന്നവനാണ് ബുദ്ധിമാൻ. ആത്മതത്വത്തിൽ യാതൊരു കർത്തവ്യമോ കർത്താവെന്നോ ഭോക്താവെന്നോ ഒന്നുമില്ല, കർത്തവ്യവുമില്ല, കർമ്മവും ഇല്ല. അങ്ങനെയുള്ള യാതൊന്നും സ്പർശിക്കാത്ത ആത്മതത്വത്തെ ബോധിക്കണം. അത് അറിഞ്ഞുകൊണ്ട് കർമ്മങ്ങളിലെ, സ്വധർമ്മങ്ങളിലെ കർമ്മയോഗം എന്നതിൽ സാധന അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയിലൂടെ ആത്മജ്ഞാനത്തെ നേടണം എന്ന് ഭഗവാൻ ഇവിടെ പറയുകയുണ്ടായി. അത് വിശദമായി ഞാൻ പല വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. തുടർന്ന് ബ്രഹ്മാർപ്പണം, ആത്മതത്വത്തെക്കുറിച്ച്, ആത്മബോധത്തെക്കുറിച്ച് വിശേഷേണ അവിടെ പരാമർശിച്ചു. സർവാത്മഭാവത്തെക്കുറിച്ച് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ എന്ന ശ്ലോകത്തിലൂടെ ആ സർവാത്മഭാവത്തെ, ആ ജ്ഞാനത്തെ ഭഗവാൻ പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് സ്തുതിക്കാനായി മറ്റ് 12 യജ്ഞങ്ങൾ, പലതരത്തിലുള്ള ഉപാസനകൾ, 12 തരത്തിലുള്ള യജ്ഞ ഉപാസനകൾ, പ്രാണായാമം, അതുപോലെ ദ്രവ്യയജ്ഞം, ഭൂതയജ്ഞം, അങ്ങനെയുള്ള പല യജ്ഞങ്ങളെക്കുറിച്ചും തപോയജ്ഞങ്ങളെക്കുറിച്ചൊക്കെ ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു. തുടർന്ന് ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, ഈ സർവാത്മഭാവം അല്ലെങ്കിൽ ആത്മജ്ഞാനത്തെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സർവം ജ്ഞാനേ പരിസമാപ്യതേ, ആ ജ്ഞാനത്താലാണ് ഇതെല്ലാം, ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുന്നത്. അപ്പോൾ ജ്ഞാനം തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നേടാനായി ഗുരുവിനെ സേവിക്കണം. ഗുരുവിനോട് ചെന്ന് പൂർണ്ണ നമസ്കാരം ചെയ്തുകൊണ്ട്, ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഗുരുവിനെ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ ഗുരു സേവയിലൂടെ അവിടെ പ്രശ്നങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തത്വത്തെ ബോധിക്കണം എന്ന് ഭഗവാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗുരുവിലൂടെ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഗുരുവും ഈശ്വരൻ തന്നെയാണ്. ഗുരു ഈശ്വരൻ തന്നെയാണ് ഗുരുവിലൂടെ ഒരു ശിഷ്യനെ ഉയർത്തുന്നത്, ആത്മതത്വത്തിലേക്ക് ഉയർത്തുന്നതും. ഒരു ശിഷ്യൻ എങ്ങനെ വേണം എന്ന് അവിടെ ഇങ്ങനെ കാണിക്കുകയുണ്ടായി. തുടർന്ന് ഈ ജ്ഞാനേന സദൃശമായി പവിത്രമായി മറ്റൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രയത്നത്തിലൂടെ കാലേന അങ്ങനെ ഒരു പ്രയത്നത്തിലൂടെ ആ തത്വബോധം നിശ്ചയമായിട്ടും ഉണ്ടാകും. അപ്പം അതിന് കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധിയിലൂടെ ആത്മജ്ഞാനം, അതിലൂടെ മുക്തി അല്ലെങ്കിൽ ആത്മജ്ഞാന നിഷ്ഠ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധാവാനെ ഇവിടെ ആ ജ്ഞാനം ഉണ്ടല്ലോ, ആ ശ്രദ്ധ ഒരിക്കലും കൈവിടരുത്. അതുപോലെ ഇന്ദ്രിയങ്ങളുടെ സംയമനം ആവശ്യമാണ്. വിഷയങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാതെ മനസ്സിനെ ആത്മാവിലേക്ക് തിരിച്ചുകൊണ്ട് വിഷയരാമന്മാരാവാതെ, അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് കാമക്രോധങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് മുമ്പ് പറഞ്ഞതുപോലെ അതെല്ലാം ഈ ജ്ഞാനത്തിന് വൈരിണികളാണ്, ശത്രുക്കളാണ് എന്നത് അറിഞ്ഞുകൊണ്ട് അതിൽ കീഴ്പ്പെടാതെ അതിനെല്ലാം നിവർത്തിച്ച് സാധനകളിലൂടെ സ്വധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ചിത്തശുദ്ധിയിലൂടെ ആത്മസാക്ഷാത്കാരത്തെ നേടണം. അതാണ് നമ്മുടെ പുരുഷാർത്ഥം എന്ന് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുകയുണ്ടായി. അതുപോലെ ഈ ജ്ഞാനം കൊണ്ട് തന്നെ പരമമായ ശാന്തിയെ നമുക്ക്, അതായത് മോക്ഷത്തെ പ്രാപിക്കാം എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പ് പറഞ്ഞുകൊണ്ട്, ഇതുകൊണ്ട് ഇതിലേക്ക് അജ്ഞന്മാർക്കോ അല്ലെങ്കിൽ ഇതിലെ അശ്രദ്ധ ഉള്ളവർക്കോ അല്ലെങ്കിൽ സംശയമുള്ളവർക്കോ ഇവർക്ക് ഇതൊക്കെ പഴയതല്ലേ, ഇതിലൊക്കെ കാര്യങ്ങളില്ല എന്നിപ്പോൾ മോഡേൺ സയൻസ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ഈ സുഖവും ദുഃഖത്തിലൂടെ, ഈ സാധാരണ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിലൂടെ അതിലൂടെ എല്ലാം പോയി അവരത് നശിക്കുന്നു എന്നുള്ളത് അവർക്ക് ഈ തത്വത്തെ മനസ്സിലാക്കാൻ സാധ്യമാകുന്നില്ല. ഈ സുഖദുഃഖ അതീതമായ ആത്മശാന്തിയെ, വിശ്രാന്തിയെ അവർക്ക് കിട്ടുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അവർക്ക് ഇവിടെ എന്നല്ല, പുറത്ത് ഈ മരണാനന്തരവും ഇതേ സ്ഥിതിയാണ്. തത്വത്തെ ബോധിക്കാൻ അല്ലെങ്കിൽ ആ പരമമായ ആ ശാന്തിയെ മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇവിടെ നാലാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ, 42 ശ്ലോകങ്ങൾ നമ്മൾ ഭഗവാന്റെ ശ്ലോകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്ന് അഞ്ചാം അധ്യായത്തിൽ ഇപ്പോൾ ഇത് നമ്മൾ സംഗ്രഹിച്ച് ഇങ്ങനെ ഓരോ അധ്യായം തീരുമ്പോൾ നമ്മളതങ്ങ് നോക്കുന്നുണ്ട്. ചെറുതായിട്ട് നമുക്കതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പോകുന്ന വഴി ഏതിലൂടെയാണ്, എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്, ഭഗവത്ഗീത എങ്ങനെ പോകുന്നു എന്നത് അറിയാനായിക്കൊണ്ട്. തുടർന്ന് അഞ്ചാം അധ്യായം കർമ്മസന്യാസയോഗം. അപ്പോൾ ആ സന്യാസയോഗത്തെക്കുറിച്ച് നമുക്ക് ഓരോ ചെറു വീഡിയോകളായി കുറച്ച് ശ്ലോകങ്ങളെ എടുത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട്, ചെറിയ വീഡിയോകളാണ്, അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനുള്ള സമയക്കുറവും അതുപോലെ അത്രയും താല്പര്യമുള്ളവർക്ക് കൂടുതൽ നേരമൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ ആ ശ്രദ്ധയോടുകൂടി. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ ചെറു വീഡിയോകളായി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഇതൊരു യൂട്യൂബ്, ഇന്നത്തെ സോഷ്യൽ മാധ്യമങ്ങളെല്ലാം കൂടുതൽ വളർന്നിരിക്കുകയാണ്. നമുക്കത് പെട്ടെന്ന് റീച്ചബിളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഭഗവത്ഗീത കേൾക്കാൻ പറ്റും. അതെല്ലാം മനസ്സിലാക്കാനുള്ള പല വഴികളും നമുക്കിന്നുണ്ട്. അപ്പോൾ അതെല്ലാം വേണ്ടവർക്ക് വേണ്ട വിധത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ തന്നെ പറയുന്നത് രണ്ടാമറി വേറെ ആരെങ്കിലും, ഇപ്പം എൻ്റെ ഭാര്യയാണെങ്കിലും വേറെ ആരെങ്കിലും കേൾക്കുമ്പോൾ, ഞാൻ കൂടി ഇരുന്ന് കേൾക്കുമ്പോഴും എനിക്കതൊരു പുതിയൊരു അനുഭവമാണ് കേൾക്കുമ്പോൾ. അതാണ് ഭഗവത്ഗീതയുടെ ഒരു വിശേഷതയും. കേൾക്കും തോറും അതിനെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവും. അത് ആര് പറയണമെന്നല്ല, ഞാൻ പറയുന്നത് തന്നെ ഞാൻ കേൾക്കാറുണ്ട്, അത് കേട്ട് ഞാൻ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എനിക്കത് മനസ്സിലാക്കാറുണ്ട്. അത് തന്നെയാണ് എനിക്ക് വലിയ ആശ്ചര്യമായി തോന്നുന്ന കാര്യം. അത് തന്നെയാണ് ഞാൻ പറയുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കില്ല അവിടെ, പക്ഷേ ഞാൻ ഭഗവത്ഗീതയാണ് കേൾക്കുന്നത് അവിടെ, ഞാൻ പോലും. അപ്പോൾ എല്ലാവരും ഭഗവത്ഗീതയെ കൂടുതൽ മനസ്സിലാക്കണം. ഭഗവത്ഗീതയിലൂടെ നമുക്ക് പ്രത്യേകിച്ച് സാധാരണ ഉപാസനകളിലൂടെ മറ്റുള്ള പൂജാതി കാര്യങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന പോലെ വിഷയ ലാഭങ്ങൾക്കെല്ലാം മറിച്ച് ആത്മജ്ഞാനത്തിനാണ്, നമ്മുടെ ആത്യന്തികമായ ദുഃഖ നിവൃത്തിക്കാണ് ഭഗവത്ഗീതയെ പോലെയുള്ള. അതുകൊണ്ട് തന്നെയാണ് പലവർക്കും ഇപ്പോൾ ഭഗവാൻ പറഞ്ഞ പോലെ ദേവതകളെ ഉപാസിക്കുമ്പോൾ പെട്ടെന്ന് ഫലങ്ങൾ കിട്ടും. അതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ശതമാനം ആളുകളും അതിനായിട്ടാണ് പ്രയത്നിക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയെ സ്വീകരിക്കാതിരിക്കുന്നതും, അല്ലെങ്കിൽ ഭഗവത്ഗീത സ്വീകരിക്കാതിരിക്കുകയല്ല, അതിലേക്ക് മനസ്സ് പോകാതിരിക്കുന്നതും, ശ്രവണങ്ങൾ അതിലേക്ക് കൂടുതൽ താല്പര്യങ്ങൾ കാണാതിരിക്കുന്നതും അതൊരു കാരണമായിട്ടാണ് തോന്നുന്നത്. കാരണം അത് കേട്ടുകൊണ്ട് എന്തെങ്കിലും എനിക്ക് വിഷയ ലാഭങ്ങൾ ഉണ്ടാവുമോ,
അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടാവുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനും ആ ഫലം, പക്ഷേ ഇതിൻ്റെ പരമായ ഫലം, ആത്യന്തികമായ നമ്മുടെ മുക്തി, പുരുഷാർത്ഥം, അത് വേണമെന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർ മാത്രമേ ഈ ഭഗവത്ഗീത തുടങ്ങിയുള്ളതെല്ലാം കേൾക്കാൻ താല്പര്യപ്പെടുള്ളൂ എന്ന് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് ഇതാരെയും നിർബന്ധിച്ച് കേൾപ്പിക്കാനും സാധ്യമല്ല, അല്ലെങ്കിൽ ആവശ്യവുമില്ല അതിൻ്റെ. അപ്പോൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അത് അവരവരുടെ ഗുണമായി തീരുന്നു. ശുദ്ധിക്കായിട്ടും മനഃശുദ്ധിക്കായിട്ടും തുടർന്നുള്ള ആത്മബോധത്തിനായിട്ടും വഴിയാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫലം. അടുത്തത് 5-ാമത്തെ അധ്യായമാണ്. ആ അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമസ്കാരം.